അപ്പോൾ നമ്മളങ്ങനെ മധുരയിലെത്തി കേട്ടോ. അപ്പോൾ മധുര എത്തിയപ്പോൾ ഞങ്ങൾ ചെറിയ കുക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. മോസസിൻ്റെ വകയാണ് ഇന്ന് ബിരിയാണി. ഇല്ല മോസസേ, മസാല ഒന്നുമില്ല, ഉള്ള കറി മസാല വെച്ച് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നു. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ നമുക്കിനി ചിക്കൻ കഴുകണം. മോസസ് അവിടെ പച്ചക്കറിയും കാര്യങ്ങളും അരിയുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ കഴുകാം. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ചിക്കൻ കഴുകലും പച്ചക്കറി അരിയലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഇട്ട് നമ്മൾ ചെറിയൊരു ബിരിയാണി പോലെ കേട്ടോ ഇന്ന് വെക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വേഗം ചെയ്യാം കേട്ടോ. തീ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സാധനം കഴിച്ചു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ്, നമ്മളിപ്പോൾ ദിണ്ടിക്കൽ കഴിച്ചു അല്ലേ, ദിണ്ടിക്കൽ ബിരിയാണി. അപ്പോൾ ആ ബിരിയാണി മസാല ഇട്ടു. ഇനി അതിലേക്ക് നമുക്ക് സവോളയും ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അത് മതി, പട്ട കുറച്ച് ഇല കുറച്ച് ഇരിക്കട്ടെ, നമുക്ക് അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമ്മുടെ സവോളയും കാര്യങ്ങളൊക്കെ വാടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എല്ലാ മസാലകളും ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ എല്ലാ മസാല ഇടാം, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. ഏതാണ്ടൊക്കെ റെഡിയായി. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം അല്ലേ. അതെ, കുറച്ച് മതി. അതെ, ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്ക് അന്നേരത്തേക്ക് അരി ഒന്ന് കഴിയും. അപ്പോൾ നമ്മളിതാ അരി ഇട്ടിട്ടുണ്ട്. ഇനി അത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആഹാ, കുറച്ചൊന്നെടുത്ത് ടേസ്റ്റ് പറയാമോ, എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ഒന്ന് ഇളക്കിയിട്ട് വേണേ എടുത്തോ. വെള്ളമൊക്കെ കറക്റ്റ് കഴിഞ്ഞില്ലേ, കറക്റ്റ് ആയിരുന്നില്ലേ? അതെ, ഇതാണ് എന്തോ ബിരിയാണി, ചിക്കൻ ബിരിയാണി. ചൂട് വായൊന്നും പൊള്ളിയിട്ട് എന്നെ കുറ്റം പറയല്ലേ. എങ്ങനെയുണ്ട്? ആണോ? നമ്മൾ ഉദ്ദേശിച്ചാലും ടേസ്റ്റ് വന്നോ?